സ്വാധീനം ഭരണത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും എല്ലാ സ്വാധീനം ഉപയോഗിച്ച് ഔസേപ്പ് എന്ന വ്യക്തിയെ എന്തിനു വിലക്കെടുത്തു എന്ന് CPM വ്യക്തമാക്കണം. ഇവിടെ കച്ചവടം നടത്തിയിട്ടുള്ളത്, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തിട്ടുള്ളത് CPM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ട് UDFിലെ ആളുകൾ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പിൽ മനം മടുത്ത് രാജിവെച്ച സമയത്ത് സ്വതന്ത്രരെ ഇവിടെ പ്രസിഡന്റാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി പിന്തുണച്ചു. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ടെസിക്ക് പിന്തുണ കൊടുത്തിട്ടുള്ളത്. യാതൊരു ഉപാധികളും ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വച്ചിട്ടില്ല. സ്ഥാനമാനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരം പങ്കിടാനോ ഭാരതീയ ജനതാ പാർട്ടി ആരോടും ഒരു നിർദ്ദേശം ഇന്നേ വരെ സൂചിപ്പിച്ചിട്ടില്ല. 8 അംഗങ്ങളും രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങൾ അവർ സ്വതന്ത്രരായി നിൽക്കാനാണ് തീരുമാനിച്ചത്. അവരെ കൂടെ ചേർക്കുമോ? 8 അംഗങ്ങളുടെ കാര്യം നിങ്ങൾ അവരോടാണ് ചോദിക്കേണ്ടത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഞങ്ങൾ പിന്തുണ കൊടുത്തു എന്നതിനുള്ള ഉത്തരമാണ്. കാലാകാലങ്ങളായിട്ട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്. ഈ സമയത്ത് എന്തോ മറച്ചു വയ്ക്കാനോ എന്തോ ഭയപ്പാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതാണ് 50% സാധ്യതയുള്ള പഞ്ചായത്ത് ഭരണത്തിൽ വില കൊടുത്തുകൊണ്ട് ആളെ സമ്പാദിച്ച് വീണ്ടും ഭരണം പിടിക്കാനുള്ള തന്ത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി അവസാനിപ്പിച്ചിട്ടുള്ളത്. തൃശ്ശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിൽ കൂട്ടരാജിയുണ്ടായിരിക്കുന്നു. കോൺഗ്രസിന്റെ 8 മെമ്പർമാർ ഈ പഞ്ചായത്തിൽ രാജിവെച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ രാജിവെക്കുകയായിരുന്നു. കോൺഗ്രസിലെ ചില വിമത നേതാക്കന്മാരെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തതാണ് 8 പേരെ പ്രകോപിതരാക്കിയത്. സാനു കെ സജീവുണ്ട്. സാനു, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ 8 മെമ്പർമാർ രാജിവെക്കുന്നുവെന്ന് പറയുമ്പോൾ അതൊരു വലിയ സർജിക്കൽ സ്ട്രൈക്കാണ് പാർട്ടിക്കെതിരെ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം, ഔദ്യോഗിക നേതൃത്വം എന്താണ് ഈ വിഷയത്തിൽ നൽകുന്ന പ്രതികരണം? ഒപ്പം നാഗേഷ് എന്തൊക്കെ കാര്യങ്ങളാണ് BJP നേതാവ് പറയുന്നത്? ഗൗതം, എന്തായാലും വലിയ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. അതായത് 10 LDFിനും അതേപോലെ തന്നെ UDFിനും 10 അംഗങ്ങൾ വീതമായിരുന്നു വിജയിച്ച് വന്നത്. അതിൽ 8 അംഗങ്ങൾ കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ 2 പേർ സ്വതന്ത്രരായിട്ടുമാണ് വിജയിച്ച് വന്നത്. ഇതിൽ സ്വതന്ത്രരായി വിജയിച്ചിട്ടുള്ള ഔസേപ്പ് എന്ന് പറയുന്ന ആളെ ഈ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് UDF തെരഞ്ഞെടുത്തിരുന്നു. അതായത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണ് അവർ ലീഡറായി തെരഞ്ഞെടുക്കുന്നത്. എന്തായാലും അതിനുശേഷം ഇയാൾ LDF പാളത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 8 അംഗങ്ങൾ കോൺഗ്രസിന്റെ ഭാഗമായി വിജയിച്ചിട്ടുള്ള 8 പേർ രാജിവെച്ചിരിക്കുന്നത്. ഈ രാജിവെച്ച കോൺഗ്രസ് മെമ്പർമാർ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ടെസി ജോസ് കല്ലറയ്ക്കലിനെ പിന്തുണച്ചിരിക്കുകയാണ്. BJPയും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ BJPയുടെ എറണാകുളം മേഖലാ പ്രസിഡന്റ് നാഗേഷ് വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ഭരണസമിതിയെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കുന്നതിന് വേണ്ടി ജനാധിപത്യപരമായിട്ടുള്ള നീക്കങ്ങൾ മാത്രമാണ് BJP നടത്തിയിട്ടുള്ളത്. മറ്റ് അധികാരത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടോ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഭരണത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളല്ല BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ അഴിമതിയാണ് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതുൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു യുവാവ് നടത്തിയിട്ടുള്ള പോരാട്ടമൊക്കെ കേരളം കണ്ടതാണ്. അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ പഞ്ചായത്ത് ഭരണത്തിന്റെ കീഴിൽ LDF നടത്തിയിട്ടുള്ള CPM നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ ഓരോന്നായിട്ട് പുറത്തു വരികയും അത് കേരളം മൊത്തം കാണുകയും ചെയ്തിരുന്നു. ആ അഴിമതി ഭരണത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ BJP പ്രവർത്തനം നടത്തിയിട്ടുള്ളതെന്നാണ് BJPയുടെ എറണാകുളം മേഖല പ്രസിഡന്റ് നാഗേഷ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗൗതം. ഓക്കെ സാനു, എന്തായാലും മറ്റത്തൂരിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 8 കോൺഗ്രസ് വാർഡ് മെമ്പർമാർ രാജിവെച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തെ